Good evening all and welcome to Grand Magical Circus powered by Amrita Bindu. നമ്മുടെ ചിരിയുടെ പൂരം ഇവിടെ തുടങ്ങുന്നു. നമ്മുടെ ഒപ്പം ചിരിയുടെ രാജകുമാരനുണ്ട്, കൗണ്ടറുകളുടെ രാജകുമാരനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജിൻചേട്ടാ? ഞാൻ കഴിഞ്ഞതിന്റെ കൺക്ലൂഷനിൽ തന്നെ പറഞ്ഞു, എന്താണ് ഇല്ലാത്തതെന്നുള്ളൊരു അന്വേഷണമായിരുന്നു. എല്ലാം തികഞ്ഞ ഒരു സദ്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാം കൂടി അത് ഏത് സദ്യയാണ്? കലേഷിനെ പ്രത്യേകിച്ച് പറയാൻ ആറന്മുള വള്ളസദ്യ. അതെ അതെ, ആ ഒരു വള്ളസദ്യ കഴിച്ചതുപോലെ ഉണ്ട്. നിങ്ങൾ കോമഡി താരങ്ങൾക്ക് ഒരുപാട് തമാശ പറയണല്ലോ. തമാശ പറഞ്ഞില്ലേ പിടിച്ചിരിക്കാനും പറ്റില്ല. അതെ അതെ അതെ. ഈ തമാശകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? എങ്ങനെയാ വരുന്നത്? അത് വയറു വിശക്കുമ്പോൾ തന്നെ ഉണ്ടായിക്കോളും. അങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് എനിക്കൊക്കെ. കാരണം കോമഡിയിൽ വന്നുള്ളവരെല്ലാവരും നോക്കിക്കോ, ഒരു കണ്ണീരിൽ നിന്നായിരിക്കും അവരുടെ ജീവിതം. ഇപ്പൊ ചാർലി ചാപ്ലിൻ ഉൾപ്പെടെ. കാരണം സുഖ സൗകര്യങ്ങളും ഇതൊക്കെ ഉള്ള ആൾക്കാർ കോമഡി പറയില്ല എന്നല്ല, അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് അരി മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും കോടീശ്വരനായ കൊമേഡിയൻ ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും തോന്നുന്നത്. പക്ഷെ കോമഡിയന്മാർ കോടീശ്വരന്മാരായിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അനുഭവത്തിൽ എല്ലാ ഹാസ്യതാരങ്ങളും എന്തെങ്കിലും ഒരു കാര്യത്തിന് കരഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിൽ പട്ടിണി ഉണ്ടായിട്ടല്ല, പക്ഷെ കലയ്ക്ക് വേണ്ടി ഞാൻ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം ഭയങ്കരമായിട്ടൊന്നും ആൾക്കാരെ ചിരിപ്പിച്ചിട്ടില്ലെങ്കിലും ആരും കരയിപ്പിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണീരിൻ്റെ ഉപ്പ് നമ്മുടെ നാവിലുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് സംഭവിക്കും. സംഭവാമി യുഗേ യുഗേ. അട കരച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോ ആരാ കരഞ്ഞ? അണ്ടോ, ഞാൻ പറഞ്ഞല്ലേ കരച്ചിലിന് തമാശ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതിലെന്താ പ്രശ്നം? എന്താ ചെക്കാണ പരിപാടി കഴിഞ്ഞില്ല? അതല്ല, ഇദ്ദേഹം നമ്മുടെ ഇതിലുള്ള ആളല്ല. ഓ, പുറത്തുനിന്ന് മാരണക്കറുപ്പ്. മരണക്കുറിപ്പാണിത് താങ്കളുടെ. എന്റെ സ്നഗ്ഗിക്കാർക്കോ സ്നേഹിതർക്ക്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഈ ലോകത്തിന് വട പറയും. ഓ, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വട മേടിച്ചു കൊടുക്കാനുള്ള കാശുണ്ടോ? വടയല്ല, ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയുന്നു. വിട പറയുന്നു. സൈക്കിളിൽ പൊരിക്കുന്നതിന് കണക്കുണ്ട്. അല്ല, സഹിക്കുന്നതിനും പൊറക്കുന്നതിനും ഒരു കണക്കുണ്ടെന്ന്. ഞാൻ ചോദിച്ചു ഈ സൈക്കിൾ എങ്ങനെ എന്നിട്ട് പൊരിപ്പിക്കുന്നു? അല്ല, ഇവിടെ എന്ത് സംഭവിക്കല്ലോ, മാജിക്കൽ സർക്കസ് ആണ്. ആരും എന്റെ മനസ്സിൽ നക്കുന്നില്ല. മസിൽ നക്കുന്നില്ലേ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. മക്കൾ അല്ലാതെ എനിക്ക് വേറെ ഡാഷ് ഇല്ലേ? അതാണത്. വഴിയില്ല. അത് വായിക്കാണ്ടിരുന്ന ഭാഗ്യം. എന്താണ് എഴുതിയത്? വഴിയില്ല. മരച്ചു കഴിഞ്ഞാൽ മാണത്തിൽ ഒരു നശിച്ചതായി ഞാൻ വരും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാനത്ത് ഞാനൊരു നക്ഷത്രമായിട്ട് വരും. ആരും എന്നെ ഓർത്ത് വിഷമിക്കരുത്. ഓ, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെന്ന് പറഞ്ഞത് ഇപ്പൊ വെറുതെ എന്നുള്ള മനസ്സിലായി. എന്റെ മരണത്തിന് ആരും കാരണമല്ല. എന്റെ മരണത്തിന് ആരും കാരണമല്ല. അതെ, ഈ മരണത്തിന് വള്ളി ആവശ്യമില്ല. ആര് പറഞ്ഞു? വള്ളി വേണ്ട. വേണം. എന്ത്? മരണത്തിന് വള്ളി വേണം. എന്തിനാ?
വള്ളി വേണ്ടാത്ത മരണം ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ട്രെയിനടി തലവെച്ച് ചാകുന്നത്, ഒന്ന് ഈ വിഷം അടിച്ചാണെങ്കിൽ വള്ളി വേണ്ട, പക്ഷെ തൂങ്ങിച്ചാകുന്നതിന് വള്ളി വേണം. എടോ അതല്ല, ഇതിനകത്ത് എഴുതിയേക്കുന്നതിൽ തെറ്റ് കണ്ടില്ലേ? ഇത് ഞാൻ ഗ്രാമറാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ വള്ളി വേണ്ട കേട്ടാ. അല്ല, ഞാൻ ചാവാൻ വന്നിരിക്കുന്ന എന്നെ നിങ്ങൾ ഭാഷാ പണ്ഡിതനാക്കാൻ പോവാണ്. അല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെന്നുള്ളൂ. ഞാൻ മരിക്കാൻ പോവാണ്. അല്ല, എന്തിനാ ചത്തതെന്ന് ആ നാട്ടുകാർ അറിയണ്ടേ എന്ന് നിങ്ങളുടെ സ്വന്തം ശശി ഷുവ. എന്തത് ശശി ഷുവ എന്ന് നിങ്ങളുടെ സ്വന്തം ശശി ഷൂ എന്നുള്ളത് ഒപ്പാണ്. ഇനിയിപ്പോ ഒപ്പൊക്കെ ഇട്ടിട്ട് എന്ത് കാര്യം? ഞാൻ പോവാ. അല്ല ചേട്ടാ, എന്താ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. എന്താണ് സംഭവം? എന്തിനാ മരിച്ചെന്നോ? എന്തിനാ ഞാൻ മരിക്കാൻ നടക്കുന്നു? എന്റെ പൊന്നു ചേട്ടാ, നാട്ടുകാർ നോക്കി നിൽക്കുമ്പം എന്നെ ഇട്ട് ഉപദ്രവിക്കുകയാണ്. അത് കേസ് കൊടുക്കണം ഉറപ്പായിട്ടും. തിരിച്ചേട്ടാ, ഒരാളെ റോഡിൽ പട്ടിയെ പോലെ ഇട്ട് തല്ലി ചാച്ചാ കേസ് കൊടുക്കണ്ടേ? നാട്ടുകാരുടെ മുമ്പ് ഇട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണം, ഉറപ്പായിട്ട് കേസ് കൊടുക്കണം ചേട്ടാ. ഞാൻ കേസ് കൊടുത്താൽ അതും പ്രശ്നമാകും. ഭാര്യക്കെതിരെ കേസ് കൊടുത്തെന്ന് പറയത്തില്ലേ? സ്ത്രീകളൊക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കും, പിന്നെ തല്ലും. അറിയല്ലേ? ചത്തോടാണോ പോയി? അല്ല, ഞാൻ ചേട്ടനെ തല്ലുമെന്നാ പറഞ്ഞേ. അല്ല, ആദ്യമായിട്ട് എപ്പോഴാ ചേട്ടനെ തല്ലിയത്? എന്നെ ആദ്യമായിട്ട് തല്ലുന്നത് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഖദർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ താലി കെട്ടാൻ ഇങ്ങനെ കൈ വെച്ചപ്പോ അവിടെ ദേഹത്തിന്റെ കൈയൊന്നും തട്ടി. അന്യ പുരുഷന്റെ ദേഹത്ത് കൈ വെക്കുന്നോളാന്നും പറഞ്ഞ് എന്നെ അവിടെ തുടങ്ങിയ അടിയാണ്. അവിടെ തുടങ്ങിയ അടിയാണിത്. അങ്ങനെ എന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണ്. അപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്തിനാ ഇവിടെ വന്ന എന്തിനാണോ? അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ പരിപാടി, ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് അവൾ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. അവൾ കാണും. അപ്പൊ എനിക്ക് എന്റെ വാശിയാണത്. എന്റെ അന്ത്യ നിമിഷം അവൾ കാണണം, ലൈവായിട്ട് കാണട്ടെ. അയ്യോ ചേട്ടാ, ഇവിടെ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ റോപ്പ് ഡാൻസ് ചെയ്യും. ആണോ? ചേട്ടാ റോപ്പ് ഡാൻസ് ചെയ്യോ? കഴുത്തെ ഇങ്ങനെ കുരുക്കിട്ടിട്ടല്ല, അവിടെ കെട്ടിയിട്ട് ഞാൻ താഴോട്ട് ചാടും. അവൾ ഇത് കാണണം. ചേട്ടാ, ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നതാണ്. ഷൂട്ട് ചെയ്യേണ്ടതാ. അങ്ങനെ ചെയ്യരുത് ചേട്ടാ. ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഉണ്ടാക്കാം. ചേട്ടൻ പോ, ഇപ്പൊ തൽക്കാലം പോ. സീരിയസ് ആയിട്ട് ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. പൂർണ്ണമായിട്ട് അങ്ങനെ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടില്ല. അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ല, നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. അവിവേകമാണോ വിവേകമാണോ എന്നൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആകെ പ്രശ്നമാവുമെന്നാ തോന്നുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് പരിപാടികൾ അങ്ങ് തീർക്കാം. തിരിച്ചേട്ടാ അങ്ങോട്ടിരുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ടിനിച്ചേട്ടനൊക്കെ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആരെ ക്ഷണിക്കാം? ഒരു ഡോക്ടർ ആയാലും ആദ്യം പെർഫോം ചെയ്യാൻ വരുന്നത്. ഡോക്ടറോ? അത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഡോക്ടർക്ക് കാര്യം? അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു മജീഷ്യനാണ്. അദ്ദേഹം ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. ഒരുപാട് കലയെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഒരു ആക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാൻ പോകുന്ന ആക്ടിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആദ്യമായിട്ടാണ് ടെലിവിഷനിൽ ഇത് വരാൻ പോകുന്നത്. ഇത് പ്രീമിയർ ഷോ ആണ്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലാണോ അതോ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലാണോ? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷനിലൂടെ ഈ പ്രോഗ്രാം വരാൻ പോകുന്നത്. സ്വാഗതം സെന്തിൽ. This is Grand Magical Circus powered by Amrita Bindu.
ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്ട് ഒരു പ്രോഗ്രാമിൽ കൂടെ വരുന്നത് അല്ലേ സർ? ടെലിവിഷനിൽ തന്നെ പ്രീമിയർ ഷോ ആണ് Yes. അത്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലൂടെ ഒരു വലിയ കൈയടി. ഈ മാസ്ക് ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൈനയിലെ ചില പ്രവിശ്യകളിൽ ഓരോ ആക്ടേഴ്സ് വന്നിട്ട് ഓരോ മുഖംമൂടികൾ വന്നിട്ട് അവരുടെ ആക്ടുകൾ ചെയ്യാറുണ്ട്. ഇപ്പോ സെന്തിൽ ചെയ്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മുഖംമൂടിക്കും ഓരോ ഒരു വികാരമാണ്. ചിലത് ഭീകരമാണ്, ചിലത് ലാസ്യമാണ്, ചിലത് ശൃംഗാരമാണ്. ആ മാസ്കുകൾ കണ്ടാൽ മനസ്സിലാവും. ഈ മാസ്കുകളുടെ ആക്ടുകൾ ചെയ്യാറുണ്ട്. പക്ഷെ സെന്തിൽ എല്ലാം ഒരു മുഖത്തിൽ സംയോജിപ്പിച്ച് അങ്ങനെ ഒരു മാജിക് ആക്കി മാറ്റിയാണ് നമ്മുടെ വേദിയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ആക്ടിന് ഒരു വലിയ കൈയടി. എന്ന് വെച്ചാൽ എത്രയെങ്കിലും ഭാവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. Yeah, sure. Actually, this is the first time Indian television, the first time Kala changing mask, I think. Hopefully, before never do anyone actually the first time. So first of all, thanks to Amrita TV, then Grand Magic Circle, the hostess and judges, all the teams. Actually, this is my ambition to magic actually. So I have a lot of ambition in my magic field, my magic career. I'm doing more than 15 years my magic. So a few years I work on the cruise lines in US, 6 years actually. So when I go to perform, first time see this magic in US. Then after that I decided I want to definitely learn to this magic because it's a very expensive art actually. So very not easy to get this kind of things. Then after that I decided, so in future definitely I want to perform this opera color changing mask. But it's a God grace, my master's grace. So I stand this floor with my mask. So thanks to everyone. Thank you. അപ്പോൾ സെന്തിലിന്റെ മാസ്ക് ആക്ട് കണ്ട് പകച്ചു നിൽക്കുകയാണ് ടിൻചേട്ടൻ അല്ലേ? മാജിക് എനിക്കിവിടെ അതേ ഒരു ജോലി, പകച്ചു നിൽക്കുക, പകച്ചു പോയ ബാല്യം. അല്ല, ഇദ്ദേഹത്തിന്റെ ഒരു സ്പീഡ് എങ്ങനെ വിലയിരുത്തും? അല്ല, ഇത് ഇപ്പൊ ടി വിയിൽ കാണുന്നവർക്ക് ഇത് ഗ്രാഫിക്സ് ആണെന്ന് വിചാരിക്കും. ഗ്രാഫിക് ഞാൻ ഗ്രാഫിക്സിൽ മാത്രം ഇത്രയും കണ്ടിട്ടുള്ളൂ. ഇത് എങ്ങനെ, ഇത് എവിടെ, ഇത് എന്താണെന്ന് ഒരു ഐഡിയ കിടക്കാം. ഒന്നാമത് ആദ്യമായിട്ട് കാണുകയാണ് മാസ്ക് ആക്ട്. ആദ്യമായിട്ടാണ് ഞാൻ ജനിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ട് ഇത് ശരിക്കും ക്ലോസ് മാജിക് ആണത് അല്ലേ? ഇത് സ്റ്റേജൊന്നും പുള്ളിക്കൊന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറകിൽ ആൾ അവരൊന്നും പേടിയില്ല. പുള്ളി ഇവിടെ നിന്ന് പെർഫോം ചെയ്യാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രം ഹൂം യു ഗെറ്റ് ട്രെയിനിങ് ഫോർ ദിസ്? Actually, the problem is you have any other magic you got to learn. You got to have some masters. Suppose my master. Idukku master illa. No, masters you have, but Chennai, India is no one. Illa. Yeah, I go to take my own practice. So you are the master of India. No, I'm not saying I'm the master of India. Illa, ഞാൻ idukku munnadi paathite illa. Indha madri magic idukku munnadi paathite illa. Thank you. First time ever in my history. Oh, thank you so much, my pleasure. So ഇത് വന്ന് പ്യൂർ ചൈനീസ് ആർട്ടാ? Yeah, pure Chinese art. അല്ലേ, ഇപ്പൊ നമ്മളൊരു സിനിമയിലൊക്കെ ഇതുപോലെ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ പല ക്യാരക്ടറായിട്ട് മാറണമെങ്കിൽ ഈ ഒരു മാജിക് കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. രൗദ്രം മറ്റേതൊക്കെ മാറ്റാനായിട്ട് പെട്ടെന്ന് സാധിക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിലൊരു ഗ്രാഫിക് മാജിക് ആണത്. റിയൽ നാച്ചുറൽ ഗ്രാഫിക് മാജിക്. കാരണം റിയൽ ആയിട്ട് നമ്മൾ ക്യാമറയിൽ ടെക്നോളജി ഉപയോഗിച്ച് മാറ്റേണ്ടത് ഇദ്ദേഹം ഇവിടെ നമ്മുടെ മുന്നിൽ ലൈവായിട്ട് ചെയ്യുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്. ഇതൊരു വലിയ കാഴ്ചയാണ്. എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയായി. കാരണം നമ്മുടെ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചൈനീസ് കലാരൂപം നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലൂടെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്കൾക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയാണ്, നന്ദി പറഞ്ഞാൽ തീരില്ല. സോ വീണ്ടും ഈ നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലും എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോവാണ്. ദിസ് ഇസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. ഹാഫ് റിംഗ് വരയ്ക്കുന്നു. അത് നടക്കുന്നു ഏകദേശം. കാരണം പകുതി ചെയ്തു എനിക്ക് പരിചയമുള്ളതാണ്. ഇത് പരിപാടി പൂർത്തിയാക്കാറില്ല. നിർത്ത് റെസ്റ്റ് സെയിം ടൈം. ഓക്കെ, അത് കിട്ടി. അത് നടന്നു. ഇല്ല ഇല്ലേ? എനിക്ക് വരണം. അയ്യോ, എന്നെ കൊണ്ടുപോവാ.
ഇവനെ ഞാൻ എന്നാ ചെയ്യണ്ടേ? എടാ നിനക്ക് അവിടുത്തെ ശിക്ഷ അറിയാമോ? ഇല്ല. അതായത് ഒരു മുടി ഇങ്ങ് പറിച്ചിട്ട് Chocolate baby nane, இது டாலர் குத்தும் மீனே, ஒற்றை டிக்கெட் ஒன்று முழு உலகம் சுற்றுவேனே. വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്. പവേർഡ് ബൈ അമൃത ബിന്ദു. ഇനി ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് എത്താൻ പോകുന്നത് ആരാണ്? കേരള മാൽക്കം ടീം. ജിനിച്ചേട്ടനോട് കഴിഞ്ഞ തവണ വാക്ക് തന്നിരുന്നതാണെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വാക്ക് തന്നു. എല്ലാവരെയും കൂട്ടിയിട്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഒരു പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇത്തവണ റോപ്പ് മാൽക്കം ആണ്. റോപ്പ് മാൽക്കം. അതെ, ഓക്കെ. റോപ്പ് മാൽക്കം കണ്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാം പുതിയ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും എക്സൈറ്റഡ് ആണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ സംഭവങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടല്ല കാണുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഫേസ് ആണ് റിപ്പീറ്റഡ്. അതെ. അവരെന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രഷ് ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഇനി എന്തിനു താമസിപ്പിക്കുന്നു? അതെ. സ്വാഗതം കേരള മാൽക്കം ടീം. ദിസ് ഇസ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവേർഡ് ബൈ അമൃത ബിന്ദു.
കൂടെയുള്ള പോത്ത് എവിടെ? തൊട്ടടുത്ത് നിക്കല്ലേ. അല്ല എന്റെ കൂടെയുള്ള പോത്തല്ല പ്രഭു, അങ്ങയുടെ കൂടെയുള്ള എന്റെ കൂടെ ഉള്ള പോത്ത്. ആ. അത് ഒന്നും പറഞ്ഞ മോളെ, ഞാൻ മേളീന്ന് വന്നിട്ട് താഴെ ഇറങ്ങി, ആ. സെക്രട്ടറിന്റെ മുമ്പിൽ എന്ന് ഇറങ്ങിയത്. ആ. അപ്പൊ ബീഫ് ഫെസ്റ്റുകാർ വന്നിട്ട് എന്റെ പോത്തിനെ സങ്കട. അതായത് ഈ കാല് വലത്തോട്ട് കറക്കുന്ന സമയത്ത് കൈ ഇടത്തോട്ട് കറങ്ങണം. എന്റെ ഇടത്തോട്ടേക്ക് ഇറങ്ങുന്നുള്ളൂ. സരി സരി ഗമ സരി ഗമ 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 ഗല 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 സന 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 ഇസൈ തക തക തിമി കവി സന്തന്റെ കൊഞ്ചി കിവി സിരി 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 അനിയെ തുർ 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 തുർ. Hey chocolate baby nane idu dollar kuttum meene otrai ticket ondru mulu ulagam sutruvene Saturday na no ada Sunday nalum no na sabathu ponne daano ada sathiyama no so what ena oore pakkudhu so what en cell number thedudhu so what sama figure enna solludhu so what summa thadavida kendudhu so what dollar kal kuviyudhu so what ay euro adikudhu so what tak money parkudhu so what enga pack money irukudhu. Want her to be mine too. Got her singing that 1, 2, 3 times. Have a spit game 1, 2, 3 lines. I'm rocking out 1, but 2, 3 times. Got a little chick from the city, real pretty. The other from the town, and she get real witty. Last one stay at home, and she like to watch Diddy when he making that bad man. I'm so pretty. Tanga 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 idu tavadi potta manga onu kettu varada maapu ada kaathu keduthu saapu ekka 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 adu neeyo nanu shoka idu engo enga kotta oru gilli tadu voto so what ek kuttadi suma koodi kuttadi ek kumadi kanna paathu payidi ek aanukku ponnu ek aanukku vaanu ek ponnuku ponnu ek tanana. This is Grand Magical Circus. powered by Amrita Bindu. നീ കോമഡി വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. പിന്നെ പുള്ളി ചിരിക്കുന്നു. നമസ്കാരം 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 നമസ്കാരം. എന്താ സംഭവം? എന്താ പെർഫോമൻസ് ഇവിടെ? യമനാ. ഏ? യമൻ. യവൻ? യമനല്ല, യമനാന്ന് യമൻ. യമൻ? എന്താ perform എന്താ ചെയ്യുന്നെ? പെർഫോം ചെയ്യാൻ പോകുന്നേ? പെർഫോം ചെയ്യാൻ പോണോ? ഞാനിങ്ങനെ കഴുത്തേൽ കയറിട്ട് കുരുക്കിയിട്ട് എന്റെ ജീവനം കൊണ്ട് മുകളിലേക്ക് പോകും. അങ്ങനത്തെ ഒരു ഐറ്റം കഴിച്ചു വെക്കട്ടെ. നല്ല രസാ. ചിരിച്ചു 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 ഊപ്പാട് വരും. ചേട്ടാ എങ്ങനെ? ശരിക്കും എന്താ ചെയ്യാൻ പോണേ? ശരിക്കും എന്താ ചെയ്യാൻ പോണേ? ഞാൻ ആ മുക്കാലേക്കറിലെ സുരച്ചേട്ടായിനെ അന്വേഷിച്ചു വന്നാ. എന്തിനാ? അതെ അതെ, പുള്ളീനെ കൊണ്ടുപോകാനുള്ള സമയമായി. പുള്ളീനെ മേലോട്ട് കൊണ്ടുപോകാനുള്ള സമയമായി. എങ്ങോട്ട്? ശരിക്ക്? ശരിക്കും? ശരിക്കും ഞാൻ കാലിലാണ്. അയ്യോ, നേനെ തുമ്മാൻ പോണേന് അല്ല ഒന്നുമില്ല. ആശ്ചര്യം കൊണ്ട് മോൻ പറ്റിയതാണോ? അതെ അതെ. ആ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യമായിട്ട് വരിക. ഈ ഡേറ്റിന് കറക്റ്റ് ടൈമിങ്ങിന് കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിറ്റേ ആഴ്ച അല്ലെങ്കിൽ പിറ്റേ മാസം വരാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഇവന് എന്നെടുക്കാൻ വന്നാലും എന്നെ കണ്ടു ഇവനപ്പം തന്നെ ബീവറേജിന്റെ ക്യൂവിലേക്ക് ഓടി കയറും. അയ്യോ, അപ്പൊ എനിക്ക് പിടിക്കാൻ പറ്റില്ല. അത് ക്യൂവിലും കയറി പിടിച്ചാ പോരെ? ആ ക്യൂവിൽ കയറി പിടിക്കാനായിട്ടങ്ങ് ചെല്ല്. കള്ളുകൂടിയന്മാര് കഴുത്തിന് പിടിച്ചങ്ങ് തത്തിച്ചങ്ങ് വിടും. അല്ല അപ്പൊ കാലനാണെന്ന് പറഞ്ഞ പോരെ? കാലനാന്ന് പറഞ്ഞപ്പോ അവന്മാരെ പറയുക, കാലനല്ല ദേവേന്ദ്രനാണെങ്കിലും ക്യൂവിന്റെ ഏറ്റവും ബാക്കി പോയി നിൽക്കാൻ. ആ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി പോയി നിന്നു. പക്ഷെ ഞാൻ വേറെ സംഭവമുണ്ട്. അവനെ ഞാൻ ഏതെങ്കിലും 1-ാം തീയതി അവനെ ഞാൻ പൊക്കും. ഞാൻ അത് ശരിയാ, 1-ാം തീയതി അവധിയാണല്ലോ. അങ്ങനെ ഞാൻ പൊക്കും 1-ാം തീയതി. ഭയങ്കര ബുദ്ധിമാനാട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ വേറെ പണി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ മറ്റേ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ബീവറേജ് ഒക്കെ വലിയ ഉൾഗ്രാമത്തിലേക്ക് മാറ്റിയതാരാ? ആരാ? എന്റെ അനുഗ്രഹ, ഞാനാ മാറ്റിയത്. ആ വെറുതെ അല്ല തന്നെ കാലാന്ന് വിളിക്കണത്. ആനോ തന്റെ പരിപാടി ഇതല്ലേ?
ഉള്ള സ്ഥലത്ത് നിർത്തി മാറ്റി പിന്നെ തന്നെ കാലാന്നല്ലാണ്ട് പിന്നെ വേറെന്താ വിളിക്കുക? ആ അത് പൊക്കം കൂടി ഒരാള് ഹെൽമെറ്റും വെച്ച് നിന്ന് നിങ്ങളായിരുന്നല്ലേ ബീവറേജില് എടുക്കാ കുഴപ്പമില്ല, നിങ്ങളുടെ സമയമായിട്ടില്ല. ഞാൻ പിന്നെ വരാം, പുറകെ വരാം. ഇത്ര റോഷാകുലനായപ്പോഴല്ലേ ഈ പൊക്കമുള്ള ആള് ഏതാന്ന് ഇപ്പോഴും മനസ്സിലായത്. നിങ്ങള് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് തലേല്. ഏത് ഞാൻ ഇടക്ക് കാണാറുണ്ട് ക്യൂല്. ഞാനാ ഹെൽമെറ്റ് ഒക്കെ വെച്ച് തന്നെ വരാറുണ്ട്. ഈ ഹെൽമെറ്റും വെച്ചാ? ഇത് കിരീടല്ലേ? അല്ല, അത് അവനെ പൊക്കാൻ വേണ്ടിട്ട് വന്നാലേ. ഓ ഓക്കെ ഓക്കെ. ആ അപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും 9:30 കഴിഞ്ഞു. 9:30 കഴിഞ്ഞ പിന്നെ ബൈവറാജ് അടയ്ക്കുമല്ലോ. തന്നെയല്ലേ എന്റെ ടൈം കഴിഞ്ഞു. അങ്ങനെ നല്ല സാധനം മേടിക്കാനല്ല ഞാൻ, സാധനം മേടിക്കാനാണ് ഞാൻ ക്യൂല് നിൽക്കണ പൈസ കൊടുക്കുള്ളൂ. അല്ല ഈ കൂടെയുള്ള പോത്ത് എവിടെ? തൊട്ടടുത്ത് നിക്കല്ലേ. അല്ല എന്റെ കൂടെയുള്ള പോത്തല്ല പ്രഭു, അങ്ങയുടെ കൂടെ. എന്റെ കൂടെ ഉള്ള പോത്ത്. ആ അത് ഒന്നും പറഞ്ഞ മോളെ, ഞാൻ മേളീന്ന് വന്നിട്ട് താഴെ ഇറങ്ങി, സെക്രട്ടറിന്റെ മുമ്പിൽ എന്ന് ഇറങ്ങിയത്. അപ്പൊ ബീഫ് ഫെസ്റ്റുകാർ വന്നിട്ട് എന്റെ പോത്തിനെ സങ്കട, എന്റെ പോത്തിനെ എന്റെ കൺമുന്നിലിട്ട് വെട്ടി അവിടെ വെച്ച് കറി വെച്ച് സഹിക്കാൻ പറ്റുന്നില്ലോ ഈശ്വര. അത്രയും സങ്കടമാണോ? അത്രയും സങ്കട. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? എന്തിനാ അത്രയും സങ്കടം? നമ്മുടെ മുമ്പിലിട്ട് ക്ലീൻ ചെയ്ത് കറി വെച്ച് കഴിച്ചിട്ട് ഒരു കഷ്ണം വേണോന്ന് പോലും അമ്മ ചോദിച്ചില്ല. സങ്കടം വരും. ലാസ്റ്റ് ഞാൻ ആ ചട്ടിയിലിട്ടെന്ന് വടിക്കാന്ന് പോലും നോക്കി, അതുപോലും നടന്നില്ല. ഇതൊക്കെ ഓർത്തിട്ട് വെള്ളം വരുവാ. കണ്ണിക്കൂടെയോ? അല്ല, വായിക്കട. ഈ കിരീടത്തിന് മുനാരത്തിന് ചെറിയ കനം കൂടുതലാണ്. ഈ നെറ്റിയിലൊക്കെ ഇവിടെ എന്തോ ഒരു പാട്, പിന്നെ കണ്ണിന്റെ താഴെ എന്താ ഒരു വീർത്ത് എന്തോ പോലെ. അതൊരു അവിടെ ഭയങ്കര സമരം നടക്കൂലായിരുന്നു. എവിടെ? നരകത്തിലേ നൂൽപാലത്തേക്കടെ സമരം ഉണ്ടായിരുന്നു. നൂൽപാലം വൺ വേ ആക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കരുതുന്നു ആർക്കാണ് നൂൽപാലം വൺ വേ ആക്കണ്ടേന്ന് ചോദിക്കല്ല. ഒരുത്തിന് ഇടിവള വെച്ചോ, ഒറ്റ ഇടിവൊക്കെ തിരുമും ഇവിടെ കഴിഞ്ഞു പോയി. കളർ മാറി തന്നെ അത്. അവിടെയും പ്രശ്നമുണ്ടല്ലേ? പിന്നെ അവിടെ പ്രശ്നം ഉണ്ടോന്നോ? പിന്നെ കലേഷ്, നിങ്ങളുടെ മാജിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം നരകത്തിലേക്ക് വന്നൊരു സംഭവം പെർഫോം ചെയ്യണം. ഉറപ്പായിട്ടും പറഞ്ഞാ മതി. അതെ. കണ്ടോ, എന്റെ പെർഫോമൻസ് നരകത്തിൽ വരെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാ. അതുകൊണ്ടല്ല, പിന്നെ ഈ എണ്ണയിലിട്ട് പൊരിച്ചിട്ടേ നൂൽപ്പാലത്തേക്കടെ നടക്കുമ്പോ ഇവര് ചിരിക്കുക. ഈ പുള്ളിയുടെ സർക്കസ് കാണിച്ചാൽ അതിലും വലിയൊരു ശിക്ഷ അവർക്ക് കൊടുക്കാനില്ല. എന്നാ കാണിച്ചു വിടണേ? എന്താ കാണിച്ചു? അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ എന്തിനാ? ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ശശി എന്ന് പറഞ്ഞ ഒരുത്തനല്ലേ, ശശി എന്ന് പറഞ്ഞ ചാവാൻ കിടന്ന് ബഹളം ഉണ്ടാക്കുക. അവന്റെ സമയമായിട്ടില്ലെന്നേ. പിന്നെ പുള്ളി പറഞ്ഞു മനസ്സിലാക്കൂടെ? പറഞ്ഞു മനസ്സിലാക്കണം, അതിന് വേണ്ടിട്ട് ഞാൻ വന്നേ. പുള്ളിക്കാരൻ മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ചാടുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്നത് ഒരു ക്യാമറ എന്ത് കാണിച്ചാലും ട്രെയിനിന്റെ അടിയിൽ കിടന്ന് 2 കഷ്ണമായി പോയാലും അവൻ 2 മനുഷ്യനായി പോകല്ലോ. ആണോ? ഇവൻ പോകില്ല, കാരണം അവന്റെ സമയമായിട്ടില്ല. സമയമായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ചിട്ട് വരാം. ഉറപ്പായിട്ട് ഉപദേശിക്കണം. അപ്രത്യക്ഷമാവാൻ പറ്റുന്നില്ല, നടന്നു പോയേക്കാം. ഹാഫ് റിംഗ് വരയ്ക്കുന്നു. അത് നടക്കുന്നു ഏകദേശം. കാരണം പകുതി ചെയ്തു എനിക്ക് പരിചയമുള്ളതാണ്. ഇത് പരിപാടി പൂർത്തിയാക്കാറില്ല. നിർത്ത് റെസ്റ്റ് സെയിം ടൈം. ഓക്കെ, അത് നടന്നു. ഇല്ലേ? എനിക്ക് വരണം. എന്നെ കൊണ്ടുപോ. ഞാൻ എന്നാ ചെയ്യണ്ടേ? എടാ, നിനക്ക് അവിടുത്തെ ശിക്ഷ അറിയാമോ? ഇല്ല. അതായത് ഒരു മുടി ഇങ്ങ് പറിച്ചിട്ടുണ്ട്. This is Grand Magical Circus powered by Amrita Bindu. ആരാണ് അടുത്ത് പെർഫോം ചെയ്യാൻ വരുന്നത്? നമുക്ക് നമ്മളെ കൊണ്ടൊക്കെ ഒരു പെർഫോമൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ്. ഇപ്രാവശ്യം അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ടൊക്കെ പെർഫോം ചെയ്യിക്കൊന്ന് വാശി പിടിച്ച ഒരാൾ പുറത്തിപ്പോണ്ട്. അല്ല, എനിക്ക് പെർഫോമൻസ് ഒന്നും അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് എന്താണ് ഉദ്ദേശിക്കണേ? എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ചെയ്യും. ടിനേട്ടാ, തീർച്ചയായും ഉറപ്പല്ലേ? ശ്രമിച്ചിരിക്കും. വരുന്നു സജീഷ് മുഖത്തല. This is Grand Magical Circus powered by Amrita Bindu. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു റൊട്ടേറ്റിംഗ് ആക്ട് ആണ്. അതായത് നമ്മൾ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്കിങ്ങിനെ കുറിച്ച് അതൊരു ടെസ്റ്റിംഗ് ആണ്. ആദ്യമായിട്ട് ഞാൻ ടിനി സാറിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്.
ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന റൊട്ടേറ്റിംഗ് ആക്ടിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അത്. ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ടിനി അല്ല നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഇതൊക്കെ കേട്ടില്ല, പക്ഷേ അതല്ല, ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം. അതായത് ഒരു ടിനിച്ചേട്ടന്റെ ബ്രെയിൻ വർക്ക് ആവുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യാത്തോണ്ടല്ലോ ഈ പണിക്ക് നടക്കുന്നത്. അല്ല, അത് ഞാൻ എഞ്ചിനീയർ ഡോക്ടറായിട്ടൊക്കെ ഇരുന്നില്ല. ഇല്ല, ഏത് ഫീൽഡിലായാലും ബ്രെയിൻ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എഞ്ചിനീയർക്കും ഡോക്ടർക്കും മാത്രമല്ല, ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിലും നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ. അന്നേരം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് വീല്, ഒരു വീല് ഫ്രണ്ടിലോട്ടും ഒരു വീല് ബാക്കിലോട്ടും കറങ്ങുന്ന ഒരു പൊസിഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് അത് കൈകൾ കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ടും ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ടും കറക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് സെയിം ടൈമിൽ ചെയ്യണം. ഇപ്പം ഇങ്ങനെയും കറക്കാൻ പറ്റും, ഇങ്ങനെയും കറക്കാൻ പറ്റും. പക്ഷെ ഇത് ഫ്രണ്ടിലോട്ടും ചെയ്യണം, ഇത് ബാക്കിലോട്ടും ചെയ്യണം. ഇത് സെയിം ടൈമിൽ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ഐറ്റം ചെയ്തെങ്കിൽ മാത്രമേ ടിനി ചേട്ടനെ ഈ കസേരയ്ക്കകത്ത് ഇരുത്തത്തുള്ളൂ. ഇത് ഫ്രണ്ടിലോട്ട് കറങ്ങണം, ഇത് ബാക്കിലേക്ക് കറങ്ങണം. ഞാൻ ചെയ്ത് കാണിക്കാം. ഒരുമിച്ച് തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. ഒരേ കണക്ക് തന്നെ ചെയ്യും, ഒരുമിച്ച് തന്നെ ചെയ്യണം. അതേ കണക്ക് ചേട്ടൻ ചെയ്യണം. ഇങ്ങനെയും കറക്കാൻ പറ്റും, ഇങ്ങനെയും കറക്കാൻ പറ്റും. ഇതതിന് ഓപ്പോസിറ്റും ഇതതിന് ഓപ്പോസിറ്റും വരണം. അപ്പൊ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയിരിക്കണോ അവിടെ ഇരുന്നോളൂ? ഇല്ല, എനിക്ക് ഇരിക്കണ്ട, ഞാൻ നിന്നോളാം. ചേട്ടൻ ചെയ്. ഇങ്ങനെ ഇറക്കണം. ഇത് അതിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. ഇത് ഞാൻ മറ്റേ പ്രാഞ്ചിയേട്ടനില് എഴുതിയല്ലേ. അതിന്റെ ഒരു 5 ഐറ്റം ചെയ്യുന്നുണ്ട്. ആ 5 ഐറ്റവും വിജയകരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നതാണ്. സമ്മാനം വേണ്ട, നാണക്കേട്. ചെയ്താ പാല് കറക്കാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങോട്ട്. അല്ല, 2 കറക്കമൊക്കെ നമുക്ക് കറക്കാം, പക്ഷെ 3ാമത്തെ കറക്കത്തിന് ഇതിലൂടെ കൂടെ കറക്കണം. കറക്റ്റ് ആണ്, അവള് ചെയ്ത് കറക്റ്റ് ആണ്. ഇവിടെ വന്ന് ചെയ്യും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ചെയ്തെന്നും പറഞ്ഞ ഒരു വിജയമാവത്തില്ല. കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം തരും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കൊച്ചുകുട്ടികൾ വരെ. എന്താണ് ഗിഫ്റ്റ് തരാൻ പോകുന്നത്? അത് അന്നേരം ഇല്ല, അത് അന്നേരം അത് നടക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു ഗിഫ്റ്റും കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ് ഇത് ഫ്രണ്ടിലേക്ക് കറക്കുമ്പോ ആദ്യം ഞാൻ ഇത് കറക്കി തുടങ്ങട്ടെ. എന്നിട്ട് സോറി, ഞാൻ അവിടെ ഇരുന്ന് ചെയ്തായിരുന്നു. യെസ്, ഓക്കെ. അതായത് രണ്ടാമത്തെ ഐറ്റം കൊടുക്കുവാണ്. അതായത് ഒരു കൈ കൊണ്ട് ഫുൾ റിങ് വരയ്ക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഹാഫ് റിങ് വരയ്ക്കുന്നു. അത് നടക്കുന്നു ഏകദേശം. കാരണം പകുതി ചെയ്തു എനിക്ക് പരിചയമുള്ളതാണ്. ഇത് പരിപാടി പൂർത്തിയാക്കാറില്ല. നിർത്ത് റെസ്റ്റ് സെയിം ടൈം. ഇല്ലേ ഇതിലിപ്പോൾ എന്ത് നടക്കണം? ചേട്ടൻ പരാജയപ്പെട്ട ഇല്ല, ചെയ്തില്ല. എന്നെ തോപ്പിക്കണമെന്നാണ് ഉദ്ദേശം. നിങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കണം. ഇത് കാറിന്റെ വൈപ്പർ മാതിരി ആയിരിക്കണം. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ അല്ലേ? ഞാൻ ചെയ്തു. ഇനി അടുത്തത് ഞാൻ എവിടെ ചെയ്തില്ലേ? ഇല്ല. അതായത് ഇത് രണ്ടും പരാജയപ്പെട്ടാണ്. അടുത്തത് ഇവർ രണ്ടും ഇത് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കലേഷ് ചേട്ടനെ ക്ഷണിക്കുകയാണ് അടുത്ത ഐറ്റം ചെയ്യാൻ വേണ്ടി. ഒരു പേരില് ഇങ്ങനെ കുത്തിയിട്ട് തലകുത്തി നിൽക്കുക എന്നുള്ളത്. അതായത് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചിയേട്ടന് ചെയ്ത അതേ സെയിം. അതായത് ഒരു കാല് കൊണ്ട് വലത്തോട്ട് റിങ് വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇടത്തോട്ട് റിങ് വരയ്ക്കുന്ന റിങ് എന്ന് പറഞ്ഞാൽ അന്ന് അതിനകത്ത് സിനിമയിൽ 6 എന്ന് പറയുന്ന ഇതാണ് കളി. 6 ഫുൾ ആവുന്നില്ല, റിങ് വരച്ചോണ്ടിരിക്കണം. ആ ഒരു ഐറ്റമാണ് ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കാല് വലത്തോട്ട് കറക്കുന്ന സമയത്ത് കൈ ഇടത്തോട്ട് കറങ്ങണം. എന്റെ ഇടത്തോട്ടേ കറങ്ങുന്നുള്ളൂ. വലത്തോട്ട് ഇറക്കുമ്പോ ഇടത്തോട്ട്. കാലും കൂടി കറങ്ങുന്നത്. ഇതെന്താ ഇങ്ങനെ കറങ്ങുന്നത്? എത്ര പേര് ഇപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കണ്ടാവില്ലേ? അതെ അതെ അതെ. ഇത് വലത്തോട്ട് കറക്കുന്ന സമയത്ത് ഇത് ഇടത്തോട്ട് കറങ്ങും.
ഇവർ 3 പേരും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് അതുകൊണ്ട് ഞാൻ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അടുത്ത ഐറ്റം ചെയ്യാനായിട്ട് വരച്ചില്ലേ? അത് ഒരേ സൈഡിലാണ് പോകുന്നത്, 2 സൈഡിലാണ്. ഇത് ഓപ്പോസിറ്റ്, അതായത് ഇത് 2 സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് കൈ അതിന് ഓപ്പോസിറ്റ് വരണം, അതിന് ഓപ്പോസിറ്റ് വരണം. പറ്റിയില്ല, എന്താണെങ്കിലും ചെയ്യാൻ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അതെ. കലേഷേട്ടന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നും ചോദിക്കാൻ. അതെ, ഞങ്ങളൊക്കെ ആകെ ചമ്മി അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. എന്തായാലും ഒരുപാട് സന്തോഷം, വീണ്ടും വരുന്നു പ്രതീക്ഷിക്കുന്നു. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. എടാ ഞാൻ പറയണമെന്ന് കേക്ക്, നീ ചുമ്മാ എന്നെ കൂടെ കൊണ്ടുപോകണം എടാ നീ പറഞ്ഞ ഇടുന്നതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനും വരും. എന്നെ കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോകണം അളിയ, എന്നെ കൂടെ കൊണ്ടുപോളിയ. ഈ മുതുക്കൻ കാലിനെ കൊണ്ട് മടുത്തല്ലോ അളിയ, അങ്ങനെ പറയില്ല അളിയ, അളിയ എന്നെ കൂടെ കൊണ്ടുപോളിയ. ഏടാ അത് ചുമ്മാ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം. നിന്റെ ടൈം ആയിട്ടില്ല, ടൈം അമ്മയെ കൊണ്ടുപോകും. എന്ത് ടൈം? ഞാനും വരുമല്ലോ. അളിയൻ എന്താ എന്നെ കൊണ്ടുപോകാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ അളിയനെ? എടാ നീ അങ്ങോട്ട് പോണ കാര്യം പറഞ്ഞ ടൂർ പോകുമല്ല, യമപുരിയിലേക്ക് വന്നെ. യമപുരിയിലേക്ക് നിനക്കറിയാമോ അവിടുത്തെ ശിക്ഷയൊക്കെ അറിയാമോ? അവിടുത്തെ ശിക്ഷ അറിഞ്ഞാൽ നീ ഞെട്ടിപ്പോവും. എന്നെ ശിക്ഷ എന്നാന്നറിയാമോ? ഒന്നും ഞാൻ പറയാം. പറഞ്ഞുതരാം. അതായത് അളിയ, അളിയൻ എന്നെ കൂടെ കൊണ്ടുപോളിയ. അളിയൻ എന്താ ഇത്ര കുഴപ്പം? എന്താ അളിയൻ? അളിയനോ? ആരാ നിന്റെ അളിയൻ? പ്രഭു എന്ന് വിളിക്കണം. എന്നാ പ്രഭേളിയ, പ്രഭേളിയ എന്നെ കൂടെ കൊണ്ടുപോകും. പ്രഭേളിയ, പ്രഭയളിയനോ? എടാ അവിടെ ചെന്നുള്ള ശിക്ഷ നീ അവിടെ ചെന്ന് ഒരു ദിവസം പോലും നിൽക്കൂല. എന്നാ അതാ അവിടെ ശിക്ഷ. ഞാൻ പറഞ്ഞുതരാം. വലിയ വാർപ്പ്, ഇത്രയുള്ള വാർപ്പിനകത്തേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കും. എണ്ണ അങ്ങ് ഒഴിച്ച് ഇങ്ങനെ കത്തിക്കും. കത്തിച്ചിട്ട് എണ്ണ തിളക്കി കഴിയുമ്പോഴല്ലോ അപ്പം എടുത്ത് നേരെ എണ്ണയിലേക്ക് ഇടും. അല്ല, ഈ തിളച്ച എണ്ണക്കകത്ത് എന്തിനാണ് അപ്പം എടുത്തിടുന്നത്? ഓൾറെഡി അത് അപ്പമാണല്ലോ, പിന്നെ എന്തിനാണ് എണ്ണക്കകത്ത്? തിളച്ച എണ്ണയിലേക്ക് നിന്നെ പിടിച്ചിടുന്നു. എന്നെയോ? അയ്യോ, എന്നെ പിടിച്ചിടുമ്പോഴേ എന്റെ ദേഹമൊക്കെ വരഞ്ഞിട്ട് നല്ല കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേണം ഇടാൻ. അതിനാണ് ടേസ്റ്റ്. ഞാൻ ഒരു മിനിറ്റ്. ഹലോ, ഇല്ലെന്ന്. ഞാന് ബീവറേജിന്റെ ക്യൂവില് ഇങ്ങോട്ട് കിട്ടിയില്ല. കുറേ നേരം നിന്നു കിട്ടിയില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ ഒരു സംഭവം ക്ലിയർ ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. അണ്ണൻ ബീവറേജിന്റെ ക്യൂ നിന്നായിരുന്നു. അതെന്നെ കിട്ടിയില്ല. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല. എന്നാ പറയണ്ടേ, ഒരു 100 രൂപ കൂടും. പട്ടാളത്തിന്റെ സാധനം ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. എന്ത് എന്റെ സാധനമേ? ഇവിടെ സാധനം എടുക്കണ കാര്യമല്ലാന്ന് പറഞ്ഞ. പിന്നെ ഞാൻ ഒരുത്തന്നെ അവന്റെ ടൈം ആയിരുന്നു. അവനെ പിടിച്ച് മേളിലേക്ക് കൊണ്ടാൻ വേണ്ടി അവൻ ചെന്നപ്പോഴത്തെ ഇവന് ഓടി ബീവറേജിന്റെ ക്യൂവിൽ ചെന്ന് കയറി. അവനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ. അല്ലാണ്ട് കിട്ടാത്തവനെയൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നു? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, എന്നെ കൊണ്ടുപോകും. എടാ നിന്റെ സമയമായിട്ടില്ല. നിന്റെ സമയമാവാൻ നിന്റെ മേളിലേക്ക് കൊണ്ടൊക്കെ ഞാൻ ശമ്പളത്തിൽ നിന്ന് കട്ടാ, അറിയാമോ? എന്ത്? കലാഭവനിലൊക്കെ അങ്ങനെയാ താമസിക്കുന്ന കട്ടാ. എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരുത്തനെ അങ്ങോട്ട് കൊണ്ടുപോയി ശമ്പളം കട്ടായി പോകും. എനിക്ക് വരണം, എന്നെ കൊണ്ടുപോ. ഞാൻ എന്നാ ചെയ്യണ്ടേ? എടാ നിനക്ക് അവിടുത്തെ ശിക്ഷ അറിയാമോ? ഇല്ല. അതായത് ഒരു മുടി ഇങ്ങ് പറിച്ചിട്ടുണ്ടല്ലോ, അത് 7 ആയിട്ട് അങ്ങോട്ട് കീറും. കീറിയച്ച് അവിടെ ഒരു തെങ്ങ കെട്ട്, ഇവിടുത്തെ ഒരു തെങ്ങ കെട്ടിട്ട് അടിയിൽ ആഴി പൊട്ടിട്ട് അതിന്റെ മെളിക്കണം നടത്തിക്കും. അപ്പൊ നീ താങ്ങാൻ പറ്റില്ല, നീ പേടിച്ചെത്തും. എനിക്ക് പേടി വരത്തില്ല. ഇതിനേക്കാളും വലിയ സർക്കസ് കാണിക്കുന്ന ഞാൻ. നമ്മളിവിടെ ജീവിക്കുന്ന കേരളത്തിലല്ലേ സാർ? ഈ ട്രാഫിക് ബ്ലോക്കിനിടെ കൂടെ വണ്ടി ഓടിച്ച് പഠിച്ച എനിക്ക് ഈ നൂൽപ്പാലം വെറും സിമ്പിളാണ്. വേറെ ശിക്ഷയുണ്ട്. ആ ശിക്ഷ നീ കണ്ടാണ്ടല്ലോ, നീ നിക്കറലും ഉള്ളി പോകും. ഒരിക്കലും ഇല്ല. അതങ്ങനെ. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കാനുള്ള പരിപാടിയല്ലേ? എടാ വേറെ സംഭവം ഉണ്ട്. അതിനെന്തറിയാമോ? അതായത് ഈ നിന്നെ പേടിപ്പിക്കാൻ പോണ സംഭവം നീ കേട്ടില്ല? ഇല്ല. അതായത് പഴുതാര, തേള്, അട്ട, കട്ടിലുമൂട്ട എന്ന് വേണ്ട ഈ ഒരു മുറിക്കകത്ത് നിറച്ചങ്ങിട്ടുണ്ടല്ലോ, നിന്നെ അതിനകത്തിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താക്കോല് കിണറ്റിനകത്ത് കളയും. ഭയങ്കര. നീ അതിനകത്ത് പേടിച്ചെത്തും. പേടിച്ച് ചത്തുപോകും. പിന്നല്ലേ ഞാൻ പേടിച്ച് ചത്തുപോകും. ഇതിനൊക്കെ വലിയ പാമ്പും പഴുത്. ഞങ്ങളൊക്കെ റേഷനറി തന്ന് ജീവിക്കുന്നവരാ, അറിയാം. അതിന് ഈ സാമാനമൊക്കെ ഇതിനകത്തും ഉണ്ട്. ഇതൊക്കെ പിറക്കി കളഞ്ഞിട്ടാണ് ഇത് ഏറി തിന്നുന്നത് ഞങ്ങള്. പിന്നെ ഞങ്ങൾ പേടിച്ചിട്ടില്ല. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇതാണ് അറ്റാക്ക് വന്നു. അതിനറിയാമോ? അതായത് നിന്നെ പിടിച്ചൊരു റൂമിനകത്തിട്ട് അങ്ങ് പൂട്ടും. കുറ്റാക്കൂറ്റിരിട്ട് എന്ന് പറഞ്ഞാൽ കുറ്റാക്കൂറ്റിരിട്ട് 10, 12, 15 വർഷം നിന്നെ അതിനകത്തിടും. നീ പേടിച്ച് എത്തും. പേടിച്ചിരിക്കുന്നോ?
ചുമ്മാ മനുഷ്യനെ ചിരിപ്പിക്കാതെ. എന്റെ പൊന്നാശാനെ, നമ്മൾ എവിടാണ് ജീവിക്കുന്നത്? കേരളത്തിൽ ഒരു ഇലയിറങ്ങിയാൽ കറണ്ട് പോകും, ഒരു മഴക്കോള് കണ്ടാൽ കറണ്ട് പോകും. 6-7 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. എന്നിട്ട് ഞങ്ങൾ പേടിക്കുന്നില്ല. പിന്നെ ഈ കുറ്റാക്കുത്തി ഇരുത്തത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വല്ല ആളോട് സംസാരിക്കും. അല്ല, ഞാൻ പറയണ കേക്കതേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇതായി പോയില്ലേ. എനിക്ക് എപ്പോഴും ഓടി ഓടി വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വരാൻ പറ്റില്ല. എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് കട്ടാവണേ. എന്തൊന്ന് നേരത്തെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ടാവും. എൻ്റെ ജോലി എന്നതാ. അങ്ങനെ വരാൻ പറ്റില്ല. അയ്യോ, ഞാൻ പറയണ കേക്ക്. ഒന്നും കേൾക്കണ്ട, വരാൻ ഞാൻ എന്നെ കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ കൊണ്ടുപോകും. കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോകും. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. എടാ മരയോന്തേ, എടാ നിന്റെ സമയമായിട്ടില്ല. പിന്നെ നീ എന്തിനാ മേളിലേക്ക് വന്നെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നല്ല സുഖമുള്ള സ്ഥലത്ത് നിന്ന് നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മേളിലേക്ക് വരാൻ ഇങ്ങനെ നടന്ന് ചാട്ടിയും പിടിക്കണേ? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എടാ എന്താ കാര്യം എന്ന് പറഞ്ഞ? എന്റെ ഒരു ഭാര്യയുണ്ട്. മുടിഞ്ഞ കാലിയുടെ ആക്രമണം കൊണ്ട്, പീഡനം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. പെണ്ണുമ്പുള്ള തല്ലണോണ്ടാണോ? അതെ, അവിടെ മുടിഞ്ഞ പീഡനമാണ്. ഇന്ന് തല്ലു പെണ്ണുമ്പുള്ള പിന്നെ ഭയങ്കരമായിട്ട്. എന്നെ കൂടെ കൊണ്ടുപോകണം. കൊണ്ടുവന്ന് പറയുവോ? അയ്യോ, പ്രഭ എന്തിനാണ് കരയുന്നത്? എന്ത് പറ്റി പ്രഭ? നിന്നെയൊക്കെ പെണ്ണുമ്പിള്ള തല്ലിക്കൊല്ലുമ്പോ ചത്തട്ട് മേളിലേക്ക് വരാം. അതെ, എന്റെ പെണ്ണുമ്പിള്ള എന്നെ തല്ലിക്കൊല്ലുമ്പോ ഞാൻ എങ്ങോട്ട് പോകൂടാ? പ്രഭേ, കലേഷേട്ടാ, അപ്പൊ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഈ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായിരിക്കുകയാണ്. നമ്മളെക്കാളും വിഷമമുള്ള ഒരാളുണ്ട്. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട ടീനി ചേട്ടൻ ഈ 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഫീലിംഗ് പ്രകടിപ്പിക്കും. നിങ്ങളെ മാറ്റിയിട്ട് ഞാൻ തന്നെ അവിടെ നിന്ന് ചെയ്താലോ എന്നാണ് ആലോചിക്കുക. ഒരു ചെറിയ പാരയാണ്, എന്നാൽ പോലും ആ വികാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതെ, നമ്മളൊന്ന് പ്ലിങ് ആയി. എന്നാലും അല്ല, ഇവിടെ ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾക്ക് എപ്പോഴും ഈ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാകാനാണ് തോന്നുന്നത്. മാറിയെന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവര് റോപ്പും ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എല്ലാം അങ്ങനെ മനസ്സിൽ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ അതുമായിട്ട് ലയിച്ച് ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും സാധിക്കാറില്ല. ചില പരിപാടികളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുമെങ്കിൽ അതിലേക്ക് ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു ഹീറോയിസം കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അതുപോലെ ഇവിടെ വന്നതെല്ലാം ഹീറോസാണ്. അതെ, നായകന്മാരാ, ലൈഫിലെ ഹീറോസാണ്. സിനിമയിലെ ഹീറോസ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്, എഴുതി ഉണ്ടാക്കുന്നതാണ്. ഇവരെല്ലാം ജീവിതത്തിൽ ഹീറോയിസം കാണിച്ച ആൾക്കാർ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ 2 എപ്പിസോഡിലും നമുക്ക് ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ എല്ലാം എൻജോയ് ചെയ്യാനായിട്ട് എത്തിയത് നമ്മുടെ സ്വന്തം ടിനിച്ചേട്ടനാണ്. അപ്പൊ ടിനിച്ചേട്ടൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിക്കുമ്പോൾ, നമ്മുടെ കലാകാരന്മാരോട് അങ്ങനെ സഹകരിക്കുമ്പോൾ ടിനിച്ചേട്ടൻ ഒരു ട്രീറ്റ് കൊടുക്കണ്ടേ? അത് നമ്മൾ ഇവിടെ വരുന്ന ഒരു സെലിബ്രിറ്റി ഗസ്റ്റിനെ നമ്മൾ ട്രീറ്റ് കൊടുക്കാതെ വിടില്ല. ടിനിച്ചേട്ടന് സ്പെഷ്യൽ ട്രീറ്റ് ആണ്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. Let's party! दरवाजे को कुंडी मारो, कोई न बच के जाने पाए। डीजे को समझा दो म्यूजिक गलती से भी रुक ना जाए। धगा धगा जो फील करे वो जाके दो रेड बुल गटक ले। जिसको डांस नहीं करना वो जाके अपनी भैंस चराए। आज की रात है, कल से वही सया पे है। जी भर के नाच लो ना, घर वाले ना माँ पे है। सब पे अपना राज है, करने की क्या बात है। ये तो बस शुरुआत है, ये तो बस शुरुआत है। अरे अभी तो पार्टी शुरू हुई है। अरे अभी तो पार्टी शुरू हुई है। ये तो बस शुरुआत है।
यार तेरा कर लेगा हैंडल सूचना जनहित में जारी जिसको अपनी जान प्यारी चुपचाप वो फ्लोर पे आए फ्लोर पे आके नाचे गाए नखरे बखरे ना दिखाए शर्म को कर दे बाय बाय माइकल जैक्सन वाले 2-3 एक्शन करके दिखाए अरे अभी तो पार्टी शुरू हुई है अरे अभी तो पार्टी शुरू हुई है अरे अभी तो पार्टी शुरू हुई है എന്റെ സുന്ദരിക്ക് ഞാൻ എന്ത് കൊടുക്കും ഞാൻ എന്റെ സുന്ദരിക്ക് ഞാൻ എന്ത് കൊടുക്കും എന്താ പറഞ്ഞു എന്റെ സുന്ദരി ഇതോ ജനിക്കുന്നതിന് മുമ്പ് പേരിട്ടാണോ അവേ இப்படி ஆளுதான் அப்படி meet my girlfriend my hot and spicy girlfriend Meet my boyfriend, my smart and sexy boyfriend. meet my girlfriend my hot and spicy girlfriend